Hello everyone. Today I'm going to talk about a poem which deals with the wartime experiences of a nurse. The name of the poem is The Wound Dresser, written by Walt Whitman. കേരള യൂണിവേഴ്സിറ്റിയിലെ തിയറൈസിങ് സെക്ഷുവാലിറ്റീസ് എന്ന പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ് ഇത്. സോ ദിസ് ഇസ് എ റെട്രോസ്പെക്റ്റീവ് പോയം. റെട്രോസ്പെക്റ്റീവ് പോയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാസ്റ്റിലെന്നോ നടന്നിട്ടുള്ള ഒരു കാര്യത്തിനെ ആലോചിച്ച് ആ പാസ്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ആ ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നെങ്കിൽ ആ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഓർത്തെടുത്തിട്ട് പറയുന്ന ഒരു കാര്യത്തിനെയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദ വൂണ്ട് ഡ്രസ്സർ ഇസ് എ റെട്രോസ്പെക്റ്റീവ് പോയം. എന്തോ പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിനെ പറ്റി ആരോ സംസാരിക്കുന്നതാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, ഒരു നഴ്സ് തൻ്റെ വാർ ടൈം എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The speaker here is an old man and he is narrating his experience to young lads. വാർ ടൈമിൽ എന്താണ് നടന്നത്, പുള്ളിക്കാരൻ ഗോ ത്രൂ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വാർ ടൈമിലെ ആ എക്സ്പീരിയൻസ് എല്ലാം യങ്ങർ ജനറേഷന് നരേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ സ്പീക്കർ ഇവിടെ ചെയ്യുന്നത്. സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഏജ് ഓൾഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്. So the speaker here, an old man, is recollecting his memories from his past. പാസ്റ്റിലുണ്ടായിരുന്ന മെമ്മറീസിനെ റീകളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാർ ടൈമിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത്. പേപ്പറിൻ്റെ പേരെന്താണ്? തിയറൈസിങ് സെക്ഷുവാലിറ്റീസ്. സോ നഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ ഒരു ജെൻഡർ വരുന്നത് ഒരു ഫീമെയിൽ, ഒരു സ്ത്രീയെ പറ്റിയിട്ടായിരിക്കും നമ്മളുടെ മുന്നിൽ പെട്ടെന്ന് വരുന്നത്. നമ്മളെ കണ്ടീഷൻ ചെയ്തെടുത്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഒരു മെയിൽ, ഒരു പുരുഷൻ നഴ്സിൻ്റെ ഇതായിട്ട്, പുരുഷനായിരിക്കും സ്പീക്കർ, അയാളായിരിക്കും നഴ്സ് എന്ന് നമ്മൾ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. എക്സ്പെക്റ്റ് ചെയ്യണം എന്നാണ്, പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് വി ആർ കണ്ടീഷൻഡ്. നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടിരിക്കുക എന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ മൈൻഡിൽ അത് വരത്തില്ല. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പിന്നീട് അനാലിസിസിൽ സംസാരിക്കാം. അപ്പം speaker of the poem is an age-old man who worked as a nurse during war time. വാർ ടൈമിൽ നഴ്സായിട്ട് വർക്ക് ചെയ്ത ഒരു ആളാണ് പിന്നീട് കുറേ വർഷം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നരേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്പീക്കറിന് പാസ്റ്റിൽ നടന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് സ്റ്റിൽ ഹോൺസ് ഹിം. ആ കാര്യങ്ങൾ ഇപ്പോഴും ആ സ്പീക്കറിനെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ആ ആൾക്കാരുടെ സഫറിങ്സും അവരനുഭവിച്ച അവർ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളും അവരുടെ പെയിൻ, ഈ സ്പീക്കറിൻ്റെ മുന്നിൽ കിടന്ന് അവർ ഭയങ്കരമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം സ്പീക്കറിൻ്റെ മൈൻഡിൽ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതിപ്പോഴും ഈ സ്പീക്കറിനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിക്കളക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ബിക്കോസ് അയാളുടെ മൈൻഡിൽ നിന്ന് അത് പോയിട്ടേ ഇല്ല. അങ്ങനെ ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളുടെ സ്പീക്കറിന് വാർ ടൈം എന്ന് പറയുന്നത്. വളരെ ഡിസ്ക്രിപ്റ്റീവായി ന്യൂക്സ് ആൻഡ് കോർണേഴ്സിലും ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ പോയത്തിലൂടെ നമുക്ക് സ്പീക്കർ തരുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. റിസൾട്ട് ഓഫ് വേൾഡ് വാർ അല്ല, സിവിൽ വാറാണ്. സിവിൽ വാറിനെ പറ്റിയിട്ടാണ് പോയം പറയുന്നത്. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് വാർ ആണെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്കിതിനെ ഈ പോയം കാണിച്ചു തരുന്നു. ചിലർ കാണും വാറിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും, ഒപ്പോസ് ചെയ്യുന്നവർ കാണും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ സോ ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് വാർ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് ഈ പോയം ചെയ്യുന്നത്. ആ നമ്മളുടെ സ്പീക്കറിൻ്റെ എക്സ്പ്ലനേഷൻസിലൂടെ അല്ലെങ്കിൽ നരേഷൻ, എന്തൊക്കെയാണ് പുള്ളിക്കാരൻ കണ്ടത് എന്നുള്ള നരേഷനിലൂടെ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. നിങ്ങൾ വാറിനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഇതായിരിക്കും കാണേണ്ടി വരുന്നത്. ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ ഇത്തരം സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇത്തരം പെയിൻഫുൾ ആയിട്ടുള്ള സഫർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കാണേണ്ടി വരും എന്നാണ് സ്പീക്കർ പറയുന്നത്. വളരെ ബ്രൂട്ടലായിട്ടുള്ള, നമുക്ക് ട്രോമ തരുന്ന രീതിയിലുള്ള ഇമേജസ് ആണ് ഈ പോയത്തിനകത്തുടനീളം കാണുന്നത്. അത് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയുമ്പോൾ പറയാം. The poem also talks about the physical as well as psychological wounds that war can cause. വാറിന് ശേഷം എന്താണ് അതിൻ്റെ റിസൾട്ട്? അത് ജസ്റ്റ് ഫിസിക്കൽ വൂണ്ട് മാത്രമല്ല, സൈക്കോളജിക്കലി അതെങ്ങനെ മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെ അത് ഒരു ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. ഇപ്പം ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല വാർ എന്ന് പറയുന്നത്. അതിൻ്റെ സൈക്കോളജിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോർ എവർ ഒരുപാട് നാളത്തേക്ക്
അതിൻ്റെ എഫക്ട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ എക്സ്ട്രീം പെയിനൊന്നും അവർക്ക് താങ്ങാൻ വയ്യാതെ അവർ പറയും, പ്ലീസ് ലെറ്റസ് ഡൈ, പ്ലീസ് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിക്കണം, എന്നെ ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെ യൂത്തനേഷ്യയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയും. യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദയാവധമില്ലേ, അങ്ങനെ ദയാവധത്തിന് വേണ്ടിയിട്ട് അവർ പറയും. ബിക്കോസ് അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു വേദനയാണ് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമായിട്ടുള്ള സഫറിങ് ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ സെൻസസിനെയൊക്കെ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള എക്സ്ട്രീമായിട്ടുള്ള ഒരു നരേറ്റീവ് ടെക്നിക്കാണ് നമ്മളുടെ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ നരേഷൻ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം സഫറിങ്ങിലൂടെയാണ് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു ടൈമിൽ എന്നുള്ളത്. അപ്പം നമുക്ക് ആ ബ്ലഡ് ഷെഡിനെ പറ്റിയിട്ടായാലും ആ വൂൺസിനെ പറ്റിയിട്ടുള്ളതായാലും ആ കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നില്ല. ലൈക്ക് തല തകർന്ന് കിടക്കുക, കൈ പൊട്ടിക്കുക, നെക്ക് ഒടിഞ്ഞു കിടക്കുക, അതിനകത്തോടെ ബുള്ളറ്റ് കയറുക, തലയിൽ ബുള്ളറ്റ് കയറുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. ഇപ്പം ബ്ലഡ് സ്റ്റെയിൻസ്, ഒരു വലിയ ഡീപ്പായിട്ടുള്ള വൂണ്ടിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ആ ബ്ലഡെല്ലാം ഇങ്ങനെ കോട്ടൺ വെച്ചെടുത്ത് കളഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം വീണ്ടും അതേപോലെ എങ്ങനെയാണോ നേരത്തെ ക്ലീൻ ചെയ്യുന്നതിന് മുൻപേ ഇരുന്നത് അതുപോലെ തന്നെ വീണ്ടും ബ്ലഡ് അതിനകത്തൂടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാരണവശാലും ആ ബ്ലഡിൻ്റെ ആ ഫ്ലോ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല, അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ബെഡിൽ നിന്ന് അടുത്ത ബെഡിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, ക്ലീൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ലാസ്റ്റിലെ ബെഡിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം എങ്ങനെയാണോ നേരത്തെ അവരെ നിർത്തിയിട്ട് പോരുന്നത് അതേ സിറ്റുവേഷനിൽ അതേപോലെ ബ്ലഡ് ഫ്ലോ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്ന കാര്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പറയുന്നുണ്ട് ആ വൂണ്ടൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതാരും എടുത്തു കളയും എന്നുള്ള പേടി വേണ്ട. കാരണം എടുത്തു കളയാനായിട്ട് കൈയില്ല, കൈ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കെട്ടിവെച്ച വൂണ്ടൊന്നും ആരും എടുത്തു കളയുന്ന പേടിയേ വേണ്ട. അത്രയും എക്സ്ട്രീമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇമേജസ് ആയിട്ട് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ആയിട്ട് ഇട്ട് വന്നിരിക്കുന്നത്. ദ സ്പീക്കർ ആക്ച്വലി ഫെൽറ്റ് ഹെൽപ്ലെസ് എന്ന് വെച്ചാൽ പുള്ളിക്കാരന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു കാര്യവും ആ സ്പീക്കറിന് ചെയ്യാൻ കഴിയുന്നില്ല, നഴ്സിന് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുവാണ്. അവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് ആദ്യമേ ചെയ്യേണ്ടത് ഈ പെയിൻ മാറ്റുക എന്നുള്ളതാണ്. ഈ പെയിൻ മാറ്റാനായിട്ട് ഒരു കാര്യവും അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ വൂണ്ട് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ബ്ലഡ് ഫ്ലോ നിർത്താൻ പറ്റുന്നില്ല. അവരെ ടെമ്പററി ആയിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നല്ലാതെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് യാതൊരുവിധ സൊല്യൂഷനും അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ട് നിൽക്കാനായിട്ട് യാതൊരുവിധ സൊല്യൂഷനും കൊടുക്കാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അവരുടെ ഇത്രയും സഫറിങ്ങിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് സമാധാനിപ്പിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം ഈ സ്പീക്കർ തന്നെ പറയുന്നുണ്ട്, ഒരു യങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇതേപോലെ നരകവേദന എടുത്ത് കിടക്കുമ്പം അയാളിരുന്ന് ആലോചിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, ഐ ഫെൽറ്റ് ഹെൽപ്ലെസ്, ഞാൻ വേണമെങ്കിൽ നിനക്ക് പകരം മരിക്കാം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, പക്ഷേ എനിക്കത് ചെയ്യാനാവില്ലല്ലോ, നിനക്ക് പകരം ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഫുള്ളായിട്ട് ഹെൽപ്ലെസ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, എനിക്കിത് കാണുക എന്ന് പറയുന്ന കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ജസ്റ്റ് കാണുക, ടെമ്പററി ആയിട്ട് ഇവരുടെ വൂണ്ടെല്ലാം ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക. ഇവർക്ക് വേർബലി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. കാരണം അവർ കൈ ഒടിഞ്ഞെന്നല്ല, കൈയൊക്കെ പൊട്ടി തകർന്ന് കഴുത്തിലൂടെയൊക്കെ ബുള്ളറ്റ് കയറിയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ ഒന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ട് അവസാനം നമ്മളുടെ സ്പീക്കറിന് പോലും പീസ്ഫുള്ളായിട്ട് ഭാവിയിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ തന്നെ കൂടെ സ്പീക്കർ കാണുന്ന എന്താ, ഈ ഇമേജസ് ഒക്കെയാണ്. ഒന്ന് ഉറങ്ങിയാലും ഒന്ന് കണ്ണടച്ചാലും സഫർ ചെയ്യുന്ന ആൾക്കാരുടെ മുഖമാണ്, അല്ലെങ്കിൽ അവരുടെ കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ സ്പീക്കറിൻ്റെ മൈൻഡിലൂടെ പോകുന്നത്. സോ ആ സംഭവം നടന്നതിന് ശേഷം ആ ട്രോമ സൈക്കോളജിക്കലി അയാളെ എങ്ങനെ എഫക്റ്റ് ചെയ്തെന്നും ഇതിലൂടെ കാണിക്കുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഈ പെയിനൊന്നും ഒരു യാതൊരുവിധ ഫിസിക്കൽ പെയിനും നമ്മളുടെ നേഴ്സ് അനുഭവിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഹി കാൺട്ട് സ്ലീപ്പ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കൂടി പുള്ളിക്കാരൻ്റെ മനസ്സിൽ
കണ്ണടച്ചു കഴിഞ്ഞാലും ഉറങ്ങിക്കഴിഞ്ഞാലും എല്ലാം ഹോണ്ട് ചെയ്യുന്ന ഒരു ഇമേജായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു റെക്കറിങ് ഇമേജായിട്ട് അല്ലെങ്കിൽ റെക്കറിങ് ഡ്രീമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയങ്ങളിൽ, ആ വാറിൻ്റെ ടൈമിൽ അനുഭവിച്ച കാര്യങ്ങളാണ്, പുള്ളിക്കാരൻ കണ്ട കാഴ്ചകളാണ്, ആൾക്കാരുടെ നിലവിളിയാണ്, ആ ഹൊറിബിളായിട്ടുള്ള ഇമേജസാണ് എപ്പോഴും ഈ സ്പീക്കറിൻ്റെ മുന്നിൽ, കൺമുന്നിൽ എപ്പോൾ കണ്ണടച്ചാലും എപ്പോൾ ഉറങ്ങിയാലും മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. സോ ആ ഒരു സമയത്തെന്ന് മാത്രമല്ല, വാർ ടൈമിൽ ഹി വാസ് ഹെൽപ്ലെസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം പോലും പ്രസൻറ്റ് ടൈമിൽ പോലും ഹീ ഈസ് ഹെൽപ്ലെസ് ബിക്കോസ് ഹി കാൺട്ട് സ്റ്റോപ്പ് ഓൾ ദീസ് തിങ്സ്. എന്ന് വെച്ചാൽ ഡ്രീം, തന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്ത, എപ്പോഴും മൈൻഡിൽ ഇങ്ങനെ റെക്കറിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ്, ആ ഹോണ്ടിങ് ആയിട്ടുള്ള ഇമേജിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹി കാൺ ഡു എനിത്തിങ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹി ഫെൽറ്റ് ഹെൽപ്ലെസ്. ആ ഒരു കാര്യത്തിലും പണ്ട് തടയാൻ പറ്റിയില്ല, വാറ് തടയാൻ പറ്റിയില്ല, അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അതുപോലെ തന്നെ പ്രസൻറ്റ് ടൈമിലും അയാൾ ഹെൽപ്ലെസ് ആണെന്നാണ് പോയിട്ട് പറയുന്നത്. നൗ ലെറ്റ്സ് അനലൈസ് ദിസ് പോം. ഇതിന് ട്രഡീഷണൽ ജെൻഡർ റോൾസ് എല്ലാം ഡിനേ ചെയ്യുന്ന തരത്തിലാണ് ഈ പോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു, നേഴ്സ് എന്ന് പറയുമ്പം കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് ഒരു ഫീമെയിൽ ഇമേജ് ആയിരിക്കും. ആ ഇമേജ് വെച്ചുകൊണ്ടിരിക്കാതെ ഒരു മെയിൽ ആയിട്ടുള്ള ഒരാളെ നേഴ്സായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് വോൾട്ട് വിറ്റ്മാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിൽ ഷുഡ് ബി ലൈക്ക് ദിസ്, ഒരു വാരിയർ ഇമേജൊക്കെ കൊടുത്ത് ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള, കഠിന ഹൃദയനായിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഇമേജാണ് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക വർക്ക്സിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇമേജാണ് കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ മൈൻഡിൽ ഇൻപ്രിൻറ്റഡ് ആയിട്ട് കിടക്കുന്നത്. ആ ഇമേജ് എടുത്ത് മാറ്റിയിട്ട് അത് അങ്ങനെയല്ല, അങ്ങനെ അത് മാത്രമല്ല മെയിൽ ഇമേജ്, അങ്ങനെ നമുക്കൊരു ഇമേജ് കൊടുക്കാൻ പറ്റത്തില്ല, അതല്ല അവരുടെ ഫീച്ചറായിട്ട് കൊടുക്കേണ്ടത്. പകരം ഇറ്റ് ഡിപ്പെൻസ്, എന്ത് ടൈപ്പ് ഫീച്ചർ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഒരു നേർച്ചറിങ് ഇമേജ് കൂടെ അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കമ്പാഷനേറ്റ്, ഒരു കൈൻഡ് ആയിട്ടുള്ള അങ്ങനൊരു ഇമേജ് കൂടി ആ മെയിലിന്, സ്പീക്കറായിട്ടുള്ള മെയിലിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഫീമെയിലിന് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു മെയിൽ വാരിയർ ഇമേജ് മാത്രമല്ല, ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള ഇമേജ് മാത്രമല്ല. അയാൾ എപ്പോഴും ധൈര്യശാലി തന്നെ ആവണം എന്നില്ല, എപ്പോഴും കമ്പാഷനേറ്റും ആവാം. എല്ലാ ഇമേജസും എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും പറ്റിയതാണെന്ന് കൂടെ നമ്മളുടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എമ്പതി എന്ന് പറയുന്നത് എന്തുവാ? മറ്റുള്ളവരുടെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ ഫീലിങ്സ് എല്ലാം സ്വന്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി, ആ എബിലിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതി ഒരു യൂണിവേഴ്സൽ ട്രീറ്റ് ആണെന്നും അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം, ഈ എമ്പതിയും സഹനവും ഈ കാര്യങ്ങളെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ജെൻഡറിന് മാത്രം കൊടുക്കേണ്ട കാര്യമല്ല എന്നതിനകത്ത് പറയുന്നുണ്ട്. അത് വിമന് മാത്രമുള്ള കാര്യമല്ല, അത് എല്ലാ ജെൻഡേഴ്സിലും പറ്റും. നമ്മളുടെ കെയർ ടേക്കർ ആയിട്ടുള്ള നഴ്സിന് എപ്പോഴും എമ്പതി മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ പെയിനും സഫറിങ്ങും ഒക്കെ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണം, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കെയർ ചെയ്യണം എന്നൊക്കെ മൈൻഡിലുണ്ടായിരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ജെൻഡർ റോൾസ് ഒന്നുമില്ല. ജെൻഡർ, ഇന്ന ജെൻഡറിനാണ് ഈ ജോലി എന്നുള്ള ആ ബൗണ്ടറീസൊക്കെ ബ്ലർ ചെയ്ത് കളഞ്ഞേക്കുകയാണ്. ആ ബൗണ്ടറീസിനൊന്നും ഒരു വാല്യൂ ഇല്ല. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ നഴ്സ് എന്ന് പറയുമ്പം ഒരു മെയിൽ ഇമേജ് നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മെയിലിനും ആവാം, ആർക്ക് വേണമെങ്കിലും നഴ്സ് ആവാം. നിങ്ങൾക്ക് ഉണ്ടായ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളിപ്പം ഒരു സ്ത്രീയെ നഴ്സ് എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കരുത്, ആർക്ക് വേണമെങ്കിലും നഴ്സ് ആവാം എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഫീമെയിൽ റിലേറ്റഡ് ട്രെയ്റ്റ്സ് ആയിട്ട് കാണിക്കുന്ന സഹനത്തിൻ്റെ മാതൃക, സഹനശക്തി ഏറ്റവും കൂടുതലുള്ളവൾ, അങ്ങനെ ടോളറൻസ്, എല്ലാ കാര്യങ്ങളും ടോളറേറ്റ് ചെയ്യുന്നവളാണ്. ഈ സഫറിങ്സൊക്കെ എത്രയും വളരെ മനോഹരമായിട്ട് ടോളറേറ്റ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളെയും നോർമലൈസ് ചെയ്തു പോകുന്നുണ്ട്. ഈ പെയിൻ ആയാലും സഫറിങ്സ് ആയാലും എല്ലാ കാര്യങ്ങളും സ്ത്രീ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ ഒരു പൊതുവേ ഒരു പറച്ചിലുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, സഫറിങ്സ് എല്ലാവർക്കും വരും എന്നാണ് ഈ പോയിന്റിനകത്ത് പറയുന്നത്.
ഈ വാർ കഴിഞ്ഞുള്ള സീൻസ് നോക്കിയാൽ അറിയാം, അവിടെ പെയിനും സഫറിങ്ങും കാര്യങ്ങളും എല്ലാം അനുഭവിക്കുന്നത് വേറെ ജെൻഡേഴ്സിലുള്ള ആൾക്കാരെയാണ്. ഈ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഫീമെയിൽ ജെൻഡറിന് മാത്രം ഉള്ളതല്ല പെയിൻ, സഫറിങ്, ടോളറൻസ്, ഈ കാര്യങ്ങളൊന്നും ഒരു പെർട്ടിക്കുലർ ജെൻഡറിന് വേണ്ടി മാത്രം കൊടുക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാണ്ട് സ്ത്രീകളെല്ലാം സഹിച്ചു നിൽക്കുന്നവരാണെന്നോ എത്ര പെയിൻ ഉണ്ടെങ്കിലും അവർ സഹിക്കുമെന്നോ അങ്ങനെ യാതൊരുവിധ കാര്യവുമില്ല. പെയിനും സഫറിങ്ങും യൂണിവേഴ്സലാണ്. ഇനി വരുന്നത് ഹെൽപ്ലെസ്നെസ്. നിസ്സഹായത എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതും എല്ലാ ജെൻഡേഴ്സിനും ഉള്ളതാണ്. അറ്റ് ടൈംസ് ആർക്ക് വേണമെങ്കിലും ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാം. അവരുടെ തന്നെ അവരവിടെ നിന്നിട്ട് ഒരു യൂസുമില്ല എന്ന് മനസ്സിലാക്കുന്ന പല സിറ്റുവേഷൻസും പലരുടെ ജീവിതത്തിലും കാണും. ലൈക്ക് ഈ പോയത്തിൻ്റെ തന്നെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ, ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് നമ്മളുടെ നഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അവരുടെ സഫറിങ്സ് അത് നിർത്താൻ പറ്റുന്നില്ല. അവരുടെ ആ പെയിൻ അയാൾക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ല. ജസ്റ്റ് ആ ബ്ലഡ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ. അവർ അത്രത്തോളം വലിയ പെയിൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അയാളപ്പം വിചാരിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ചാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മരിക്കുമെങ്കിൽ എനിക്ക് മരിക്കാം എന്നേ പറയാൻ പറ്റൂ, പക്ഷേ നിന്നെ രക്ഷിച്ചുകൊണ്ട് എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എല്ലാ ഹ്യൂമൻ ബീങ്സും ഹെൽപ്ലെസ് ആണ് ചില സമയങ്ങളിൽ. ഈ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു പെർട്ടിക്കുലർ ജെൻഡറിന് വേണ്ടി മാത്രം ഉള്ളതല്ല. എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരും ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഫേസിൽ ഹെൽപ്ലെസ് ആകുക തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും.